Hello children, so the next topic is on photochemical reactions. If you had looked into your previous video in photochemistry, ഞാൻ മുമ്പ് ഇട്ട ആ ഒരു physical photochemistry വീഡിയോസിൽ we discussed of primary and secondary processes ഒക്കെ പറഞ്ഞു. So generally photochemical reactions, there are two processes, that is are primary. You can look there also, ഇവിടെ ഞാനൊരു ബ്രീഫായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. Secondary processes. Okay, സോ പ്രൈമറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ്, അതായത് നമ്മുടെ ലൈറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ മോളിക്യൂൾ ആൻഡ് ദ മോളിക്യൂൾ ഗോസ് ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സ്. ഓക്കെ, എനർജി വളരെ ഹൈ എനർജി ആണെങ്കിൽ വി ക്യാൻ സീ ഡിസോസിയേഷൻ, അതായത് നമ്മുടെ ഈ എക്സൈറ്റഡ് മോളിക്യൂൾ ക്യാൻ ഡിസോസിയേറ്റ് ടു ഗിവ് free radicals. Okay, free radicals, so you will see the formation of free radicals, and free radicals varnathu or bond, suppose there is a bond between A and B, it is by the homolytic fission. Homolytic fission എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടിൻ്റെ എക്സാക്റ്റ് നേർ പകുതി. സോ അതുകൊണ്ടാണ് നമ്മളൊരു ഹാഫ് ഹുക്ഡ് ആരോസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു വിൽ സി. സോ പ്രൈമറി പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ സെക്കൻഡറി പ്രോസസ്സ്, അതായത് ഈ ഫ്രീ റാഡിക്കൽസ് വിൽ അണ്ടർഗോ ഫെർദർ റിയാക്ഷൻസ്. ഹൈലി റിയാക്റ്റീവ് ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ ഡോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ദീസ് റാഡിക്കൽസ് ആർ വെരി റിയാക്റ്റീവ് ആൻഡ് ദേ വിൽ അണ്ടർഗോ റിയാക്ഷൻസ്, ഓക്കെ, ആൻഡ് ഫോം ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ കെമിക്കൽ സെക്കൻഡറി റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട്, ബിക്കോസ് വി ആർ ഇൻ ഓർഗാനിക് കെമിസ്ട്രി വി വോണ്ട് ടു നോ വാട്ട് ആർ ദ പ്രോഡക്ട്സ് ദറ്റ് ക്യാൻ ബി ഫോംഡ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ദറ്റ് യു ക്യാൻ സീ ദ. ഈ ഫോട്ടോ കെമിക്കൽ സെക്കൻഡറി പ്രോസസ്സ് തന്നെ പല തരത്തിലുണ്ട്. യു ക്യാൻ ഹാവ് സബ്സ്റ്റിറ്റ്യൂഷൻ, okay, you can have addition happening, you can have dimerization happening, you can have elimination, വേണമെങ്കിൽ rearrangement. ഓക്കെ, ഈ തരത്തിൽ പലതും ഉണ്ടാവാം. ഓക്കെ, അതിൽ തന്നെ നമ്മൾ വി സേ ദർ ആർ ടു മെയിൻ ടൈപ്സ് ഓഫ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. ഈ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഞാനിപ്പോൾ തിരിച്ച് ഗോയിങ് ബാക്ക് ദർ, വി ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോസസ്സസിൻ്റെയാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നൗ വി സേ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐ എം ഗോയിങ് ടു വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. യു ക്യാൻ ഹാവ് ഡയറക്റ്റ് light induced, wait a second, let me just write that neatly. So I have photochemical reactions which are of two types. Okay, the types in appetite ഞാൻ പറഞ്ഞ, the types is, one is the direct light induced or non-sensitized എന്നാണ് ഞാൻ പറയുന്നത് അതിന്. ഓക്കെ, non-sensitized reactions. Another set is my photosensitized reactions. ഓക്കെ, ഈ നോൺ സെൻസിറ്റൈസ്ഡ് റിയാക്ഷൻസിൽ ആക്ച്വലി ഇതിവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോളിക്യൂള് വിൽ അബ്സോർബ് ദി റേഡിയേഷൻ, okay, will absorb the light, that is the light radiation, will undergo this various secondary processes and give final product. Okay, this is my എന്താ പറയുക, നോൺ സെൻസിറ്റൈസ്ഡ് റിയാക്ഷൻ. നേരെ വെച്ച് നമ്മുടെ ഫോട്ടോ സെൻസിറ്റൈസ്ഡ് റിയാക്ഷനിൽ എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ദർ ഇസ് എ ഡോണർ. ഓക്കെ, ദർ ഇസ് എ ഡോണർ മോളിക്യൂൾ.
ഈ ഡോണർ മോളിക്യൂൾ ഡി എന്ന് ഞാൻ പറയും. ഇതാണ് നമ്മുടെ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഡോണർ മോളിക്യൂൾ വിൽ അബ്സോർബ് ദിസ് ലൈറ്റ്. അത് എക്സൈറ്റഡ് ആവുന്നു. ഓക്കെ, and then this will transfer this excitation energy to my molecule, okay, which is the acceptor. Okay, so there is a donor. The donor excited will transfer it to the to this acceptor molecule, and that acceptor molecule gets excited, and then donor will come back to its original ground state. Okay, ഈ അക്സെപ്റ്റർ മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകുന്നത്. അപ്പം സോ ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ഡോണർ ടു അക്സെപ്റ്റർ. ഓക്കെ, ഫോളോഡ് ബൈ എമിഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ റിയാക്ഷൻ ഓഫ് എ, അതായത് ഈ എ പിന്നെ റിയാക്ഷൻ വരും. ഇതിനെയാണ് നമ്മൾ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡോണർ ഈ അക്സെപ്റ്ററിനെ സെൻസിറ്റൈസ് ചെയ്യണം. ഇതിനൊരു കോമൺ എക്സാമ്പിൾസ് ആണ് നമ്മുടെ you see this benzophenone. Okay, NONE. Okay, that is a common sensitizer. Okay, where naphthalene, acetophenone. Okay, these all are your examples of sensitizers. Now let's come to a term which we know as photolysis. Okay, lysis evada kanda, it means to break down. Okay, breaking down. So when we see photo, it means light. So this term photolysis is just to describe the breaking of chemical bonds by light energy. Okay, and ഇത് എപ്പോഴും homolytically ആണ് നമ്മൾ these bonds are broken, and you will see the formation of free radicals. So we are going to discuss mainly on these photolysis. Okay, types of reaction. അതിൽ ഫസ്റ്റ് എണ്ണം നമ്മൾ പറയുന്നതാണ് photochemical fragmentations. Okay, I've already written a bit here, so just video long ആവണ്ട വെച്ചിട്ടാണ്. So we discuss on photochemical fragmentations. അതിൽ the first type, നമ്മൾ 3 സെറ്റാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ we are going to learn is photochemical fragmentation, and here we discuss on the photolysis of ketones. ഇതിൽ 2 തരമാണ് നമ്മൾ കാണുന്നത്, and that is the Norrish type 1 and Norrish type 2. Type 1 cleavage, type 2 cleavage. ഇതാണ് നമ്മൾ പറയുന്നത്. So let me go through Norrish type 1. ഇവിടെ ഒന്നുമില്ല, ഇവിടെ photochemical reaction of ketones and aldehydes, അതായത് ketones, okay, and aldehydes. Okay, here there is a fission of the CCO bond. ഇവിടെ ഈ ബോണ്ട് ആണ് CCO bond. Okay, C, അതായത് കാർബണിൻ്റെ ആൻഡ് ദ നെക്സ്റ്റ് കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്യണ ആ ബോണ്ടിൻ്റെ ഒരു ഫിഷനാണ് നമ്മൾ കാണുന്നത്, ആൻഡ് ഫോളോഡ് ബൈ എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ നോറിഷ് ടൈപ്പ് 1 എന്ന് പറയുന്നത് ഫിഷൻ ഓഫ് കാർബൺ CO bonds, CCO bond in the fission for homolytic, definitely homolytic fission ആണ്, followed by the elimination of carbon monoxide is what we call as Norrish type 1. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉള്ളതാണ് നമ്മുടെ I have written here, that is acetone. Okay, acetone at high temperature, ഇതൊരു high temperature reaction ആണ്. At high temperature, so you can see H nu, there is in presence of light, this is happening in the vapor phase. Idu varumbo you will get carbon monoxide. The products that you will see is carbon monoxide and ethane. Now
let's see how the reaction occurs. So H nu വെച്ചിട്ട് വരുമ്പോൾ this is gets excited കണ്ടോ, അതാണ് ഇങ്ങനെ എഴുതിയത്. എക്സൈറ്റഡ് ആയിട്ട് the acetone molecule is excited. അവിടെ നമ്മൾ പറഞ്ഞ you have to have the homolytic fission between CO bond. അപ്പോൾ you will see there is a ഇവിടെയാണ് ഞാൻ fission കാണുന്നത്. Okay, so this bond breaks and you will see these two free radicals formed. Okay, methyl free radical and the acetyl free radical. And either now this, see the CH3C double bond O dot will then further decompose. Okay, but again it's a homolytic, it's a free radical, right? So there is a homolytic fission occurring and you will see carbon monoxide eliminate, again CH3 dot and molecule this will combine to form ethane. Now this is okay at high temperature. Now what happens when you do the same reaction at room temperature? Room temperature chamber, we see that you have a number of products being formed. That is acetaldehyde undavunu, methane undavunu, biacetyl undavunu, and hexane 2,5 dione. Okay, so let's see how that happens. The stage is same thing. That is H nu, it is forming your excited acetone molecule which will undergo homolytic fission. That's because it is Norrish type 1. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി. ഓക്കെ, ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ലെറ്റ് us see what happens. The first acetyl free radical will again attack a acetone molecule. അപ്പോൾ അങ്ങനെ ഒരു acetone moleculeനെ attack ചെയ്യുമ്പോൾ it will take, see ഇവിടെ H ഉണ്ട്. So let me take this like അങ്ങനെയാവുമ്പോൾ there will be a homolytic, this double arrow അല്ല കേട്ടോ, there will be a homolytic fission here and then you will see ഒരു H ഇവിടെ വരുമ്പോൾ see acetaldehyde ഉണ്ടായി അല്ലേ, and there will be CH2 dot. അപ്പോൾ ഇവിടെയാണ് കേട്ടോ the free radical. അങ്ങനെ അവിടെ ഇരിക്കട്ടെ. Now we have the methyl free radical that will also again attack another acetone molecule and form methane. So my methane is formed. Again it gives me this CH3 C double bond O CH2 dot. Okay, angane a free radical. Now two of this molecules, okay, my acetyl free radical can react and form my biacetyl, that is CH3 C double bond O CH3. Here this is formed. Similarly നമുക്ക് വന്ന ഈ byproduct അല്ലേ, ഈ byproduct can, two of those molecules can react and form the dione. Ingana a variety of molecules you can have, and this is happening when you do the same reaction at room temperature. So see how temperature temperature variation le thanne see how the difference in the reaction occurs. Now this was a symmetrical ketone that we took. I can also take asymmetrical ketone. Okay, asymmetrical ketone നമ്മൾ എടുക്കുമ്പോൾ, for example like ഇപ്പോൾ ഈ case this ketone. Okay, so when you take here എപ്പോഴും ഓർത്തോളൂ ഇവിടെയും you can have you see there is a possibility of a fission like this. നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ C double bond O C bond അല്ലേ നമ്മൾ ഇത് എന്താ ക്ലീവേജ് ഉണ്ടാവേണ്ടത്. So always it would prefer this, the preference is on this side, okay, and not to form the CH3 dot and this carbonyl free radical. So that is what you also see. The preferential fission is always to give a more stable, അതായത് അതിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, അതായത് you have a possibility of a CH3 alkyl group and a ethyl alkyl group, and it prefers to form the ethyl alkyl radical. Okay, or rather ethyl radical and not the methyl radical, sorry. Okay, so that is all about Norrish type 1. So what type 1 cleavage. Let us go into type 2 cleavage. Type 2 cleavage ഇവിടെയും നമ്മുടെ photolysis of ketones and aldehydes ഇവിടെ പക്ഷേ ഒരു ഇതെന്താ വെച്ചാൽ ഗാമ ഹൈഡ്രജൻ ഉള്ള
എന്താ പറയുക ആൽഡിഹൈഡ്സും കീറ്റോൺസ് ഉള്ളത് ഗാമ ഹൈഡ്രജൻ. വാട്ട് ഇസ് ദിസ് ഗാമ? അതായത് ഇഫ് ദിസ് ഇസ് മൈ സി ഡബിൾ ബോണ്ട് ഓ, യു ഹാവ് ദിസ് ഇസ് മൈ ആൽഫ, ദിസ് ഇസ് മൈ ബീറ്റ, ദിസ് ഇസ് മൈ ഗാമ. സോ ഗാമ പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ ഉള്ള ഒരു ആൽഡിഹൈഡും കീറ്റോൺ ഉള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ ഇറ്റ് വിൽ ഫോളോ നോറിഷ് ടൈപ്പ് 2 cleavage or type 2 process or type 2 cleavage നമ്മൾ പറയണത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ദാറ്റ് വാട്ട് യു വിൽ സീ ഈസ് ദാറ്റ് യു വിൽ ഗെറ്റ് വേറെ പ്രോഡക്ട്സ് ആണ്. യു ഗെറ്റ് എൻ ആൽക്കീൻ ആൻഡ് എ ലോവർ കീറ്റോൺ. ഈ ലോവർ കീറ്റോൺ ഇസ് ഫോം ത്രൂ ആൻ ഈനോൾ ഫോർമേഷൻ. ഓക്കെ, അതായത് ഒരു ഈനോൾ, ശരിക്കും നമുക്ക് ആദ്യം ആൽക്കീനും ഈനോൾ ആണ് ഉണ്ടാവണം. ആ ഈനോൾ ടോട്ടോമറൈസ് ചെയ്ത് യു വിൽ ഗെറ്റ് ദി കീറ്റോൺ. സോ ദിസ് ഇസ് വാട്ട് ഇസ് മൈ നോറിഷ് ടൈപ്പ് 2. ഓക്കെ, സോ ലെറ്റ് us see how that happens. ഇത് നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, സി മൈ ഈ മോളിക്യൂൾ ഒന്നൊരു സൈക്ലിക് ആയിട്ട് നമ്മൾ വരച്ചാലേ കിട്ടുള്ളൂ. ആൻഡ് യു വിൽ സി ദിസ് ഇസ് മൈ ഗാമ ഹൈഡ്രജൻ. ആൻഡ് ഹിയർ വാട്ട് യു വിൽ സീ ഇസ് ദർ ഇസ് എ സ്മോൾ ഒരു 6 മെമ്പേർഡ് എന്താ പറയുക സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദിസ് ഇസ് മൈ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അത് കൂടെയാണ് പോണേ. സോ സി when you induce light onto this, what you will see that there is a homolytic cleavage. Okay, but this bond, okay, the gamma hydrogen, the E bond moves up to here. Okay, here so there is, you can see they're all bond movement ഈ orange ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. they're all homolytic, okay, cleavages, and you will see a transition state like this. Okay, idupole you will see. So now you can see here and finally what you will see that E bond illade avunu. Okay, E bond illade avunu, and here and this new bond is being formed here. Okay, appo angane varumbo what you see, E bond ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. സോ ദിസ് ഇസ് CH3. ഇങ്ങനെ കാണിക്കുന്ന CH3 ആണ്. CH3 CH and CH2. So that is what is my alkene here. Okay, so 1 2 3, this is a propene. I have the formation of a propene, and I have CH2 COH CH3. that is ഇത് ഇങ്ങനെയാണ്. CH2 double bond COH and CH3. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. അപ്പോൾ ഹിയർ this is what we call ene and an all. അതായത് ആൽക്കഹോളും ഇത് തന്നെയാണ് ഈനോൾ എന്ന് പറയുന്നത്. ഇത് വെരി ഇതായിട്ട് നമുക്ക് എപ്പോഴും കാണുന്നതാണ് ഇതിൻ്റെ ടോട്ടോമറൈസേഷൻ. ദിസ് ഇസ് വാട്ട് വി ഓൾവേസ് ഷോ ഇറ്റ് ആസ് എ എന്താ പറയുക ഇക്വിലിബ്രിയം റിയാക്ഷന് കാണിക്കുന്ന റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണത്. ഇറ്റ്സ് എൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആൻഡ് ഇത് ഇവിടെ ഒരു ചെറിയ ആരോ കുറച്ച് ചെറിയ സൈസിൽ കാണിക്കാൻ കാരണം ദാറ്റ് ഇറ്റ് പ്രിഫേഴ്സ് മോർ ദിസ് സൈഡ്. ഓക്കെ, ദാറ്റ് ഇസ് ടു ഷോ ദാറ്റ് ദ ഇക്വിലിബ്രിയം ഇസ് സച്ച് ദാറ്റ് ദിസ് ഇസ് ദ മോർ സ്റ്റേബിൾ സ്റ്റേറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ഗെറ്റ് ദി കീറ്റോൺ. ഓക്കെ, so this is how my Norrish type 2 process takes place. Okay, and this is the example that you can see. So this is see 1 2 3 4 5 6 so this is my hexanon. The second position line hexan 2 on namukku parayam, and it will give me propene and acetone namukku kittana products. Next is photochemical additions, and we have photochemical rearrangements that we will take in the next video. Thank you.